ഗോഡ്സില -1 ബ്ലൂറേ ഡിസ്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ജപ്പാനിലാണ് റിലീസ് ചെയ്തത്, നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ല. ആൻഡ് ആ സിനിമ ഭയങ്കരധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത സിനിമയാണ്. ഇവിടെ ഇന്ത്യയിൽ റിലീസ് ഇല്ലായിരുന്നു. കഴിഞ്ഞ നവംബർ അവസാനമൊക്കെ ഇറങ്ങിയതാണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമയുടെ ഹൈപ്പ് എന്താ കാരണം എന്നുള്ളത്. ചെറിയ ബഡ്ജറ്റ് വെച്ച് VFX ചെയ്ത് അതിന് ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ അടക്കം കിട്ടിയ പടമാണ്. സോ ആ ഒരു പേരിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ. ഇറ്റ്സ് റിയലി ഗുഡ്. കാരണം മറ്റ് മോൺസ്റ്റർ വേഴ്സ് സിനിമകളോ അല്ലെങ്കിൽ മറ്റ് മോൺസ്റ്റർ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു പ്ലോട്ട് ഡിസൈൻ, ദെൻ അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ, പോരാത്തതിന് ഈ VFX എല്ലാം തന്നെ വളരെ മികച്ചതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഗോഡ്സില്ല അതും ഒരു വേൾഡ് വാർ 2 ബാക്ക് ഡ്രോപ്പിലുള്ള ഒരു ജപ്പാനിലേക്ക് വന്ന് എങ്ങനെ ഉണ്ടാവും, അവരെന്തൊക്കെ അഫക്റ്റ് ചെയ്യും, അവരെന്തൊക്കെ സഫർ ചെയ്യും, അവരതിനെങ്ങനെ എതിർത്ത് നിൽക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ കാണുന്ന വാർണർ ബ്രോസിൻ്റെ മറ്റ് മോൺസ്റ്റർ വേഴ്സ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ഹാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഷെയ്ഡ്. വേറെ രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ തന്നെ ഷിൻ ഗോഡ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ ഗോഡ്സിലിനെ കാണുന്ന രീതി തന്നെ വ്യത്യാസമുണ്ട്. ഇതൊരു ഇംഗ്ലീഷ് പടമല്ല, ദിസ് ഇസ് എ ജപ്പാനീസ് മൂവി. സോ ജപ്പാനിൽ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളൊരു സാധനമാണ് ഈ ഗോഡ്സില എന്നുള്ളത്. സോ ആ ഒരു ഗോഡ്സിലേനെ അവർ കാണുന്ന രീതിയിൽ അവരുടെ പോർട്രയിൽ ആയിരിക്കും ഇതിൽ മുഴുവനായിട്ട്. ഇതിലൊരു ഹീറോയോ വില്ലനോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു പക്ക മോൺസ്റ്റർ ആയിട്ട് തന്നെയാണ് ഗോഡ്സിലയെ ചിത്രീകരിച്ചിട്ടുള്ളത്. സോ ഗോഡ്സില ഈസ് എ മോൺസ്റ്റർ. സോ ആ ഒരു മോൺസ്റ്ററിന് ഇവിടെ നമ്മളെ ഹ്യൂമാനിറ്റിയെ രക്ഷിക്കുകയോ ഹ്യൂമാനിറ്റിയെ സഹായിക്കുക അങ്ങനെയൊന്നുമില്ല. അവർക്കെതിരെ നിൽക്കുകയാണ് കൂടുതലായിട്ടും. അത് സോ ഒരു പക്ക വില്ലൻ ക്യാരക്ടറായിട്ടാണ് വരിക. സോ അതും അവർ വേൾഡ് വാർ 2 ഫുള്ളായിട്ട് സഫർ ചെയ്ത് ഈവൺ ആറ്റം ബോംബ് അടക്കം വീണ് മുഴുവനായിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ജപ്പാനീസ് കോസ്റ്റിലേക്ക് ഗോഡ്സില അറ്റാക്ക് വരുന്നത്. സോ ആ ഒരു ടൈം പീരീഡിലുള്ള അവരുടെ വെപ്പണറിയും ആ ഒരു ടൈം പീരീഡിലുള്ള അവരുടെ ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നത്. അതിനിടയിലും ഒരു നല്ലൊരു ക്യാരക്ടർ ആർക്കും ക്യാരക്ടർ ഡിസൈനും ക്യാരക്ടർ സ്റ്റോറിയൊക്കെ തന്നെ ഇതിൽ പോകുന്നുണ്ട്. കാരണം മറ്റ് മോൺസ്റ്റർ സിനിമകളിലൊക്കെ ഈ മോൺസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ കണ്ടത്. ഇതിലങ്ങനെയല്ല. ഇത് കാരണം അഫക്റ്റ് ആവുന്ന നോർമൽ ഹ്യൂമൻ പീപ്പിൾസിൻ്റെ കുറച്ച് സ്റ്റോറി ലൈൻസാണ് കാണിച്ചു തരിക. സോ ഒരു 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്, മെയിൻ ക്യാരക്ടേഴ്സ്. സോ അവരെങ്ങനെ ഇതിനിടയിൽ പെടുന്നു, പ്രത്യേകിച്ച് ഒരു ഫൈറ്റർ പൈലറ്റ് ക്യാരക്ടർ ഉണ്ടാവും, ഒരു നേവി ക്യാരക്ടർ ഉണ്ട്. സോ ഇങ്ങനത്തെ 2-3 ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇത് ഇൻവോൾവ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. എൻ്റെ അതിൽ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ ആർക്കും അവരുടെ ഇമോഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. ആൻഡ് വിഷ്വൽ സൈഡിലേക്ക് വന്നാൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആദ്യത്തെ ഗോഡ്സിലയുടെ അപ്പിയറൻസ് സമയത്ത് ഞാൻ വിചാരിച്ച് പടം മാറിയോന്ന്. കാരണം എനിക്ക് തീരെ ദഹിക്കാൻ പറ്റിയില്ല. കാരണം ഈ അനോക്കോണ്ടയുടെ ജുറാസിക് പാർക്കിൻ്റെ ഗോഡ്സിലേനൊക്കെ കുറേ ചീപ്പ് റിപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. ഈ വെറുതെ ഷാർക്ക് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ വരില്ല. അതുപോലത്തെ അങ്ങനത്തെ കണ്ട ലോ ക്വാളിറ്റി ഗ്രാഫിക്സ് ഉള്ളതിൽ എനിക്ക് തോന്നി ഇതിൽ ഇനീഷ്യലി കണ്ടപ്പോൾ. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് പടം മാറിപ്പോയോ. സാധാരണ ഇങ്ങനെ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, ഈ പ്രിൻറ്റ് വരുമ്പോൾ ചില സാധനങ്ങൾ മാറി വരും. നമുക്ക് ഓൾറെഡി ഇത് അറിയില്ല ആ സാധനം. സോ അവർ മാറി വന്ന് കണ്ട് വേറെ ഏതെങ്കിലും പടമാണോ അല്ലെങ്കിൽ ഒരു റിപ്പ് ഓഫ് പടമാണ് കണ്ടതെന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ഗോഡ്സില ഇവോൾവ് ആവുന്ന പോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഇവോൾവ് ആയി പോകുന്നുണ്ട്, അതിൻ്റെ സ്കെയിൽ മാറുന്നുണ്ട്. സോ ഒരു ചെറിയ സ്കെയിലിൽ തുടങ്ങി ഇത് വലിയ സ്കെയിലിലേക്ക് ഒരു എൻറ്റയർ ടൗൺ മുഴുവൻ ഡെമോളിഷ് ചെയ്യുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇറ്റ് വാസ് വെരി ഗ്രേറ്റ്. അതിൻ്റെ സെറ്റപ്പ് ഈ ഗോഡ്സിലെ മാത്രമല്ല, അത് കാരണമുള്ള ബാക്കിയുള്ള കുറേ സാധനങ്ങളുണ്ട്, കുറേ ബിൽഡിങ്സ് ഉണ്ട്, കുറേ അത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മുഴുവനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. മറ്റേ ഗോഡ്സില ഒരു പക്ക CGI ഫീൽഡ് സാധനമായിട്ട് തോന്നുമെങ്കിൽ ഇതിൽ അനിമെട്രോണിക്സ് ആണ് നമുക്ക് പല സമയത്ത് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ വെച്ച് ഉള്ള പൈസയ്ക്ക് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്നാ പറയാനുള്ളൂ. ഈ കിട്ടിയ പൈസയുടെ പകുതി വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. ഒരു വലിയ ആക്ടർക്ക് 500-600 കോടി കൊടുത്തിട്ടില്ല. കിട്ടിയ ഒരു 100-125 കോടി മുഴുവനായിട്ട് ഇതിലിട്ട് മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അല്ല കിഡിലിന് ഔട്ട്പുട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ചെയ്ത സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി ഇൻ കേസ് ഓഫ് വിഷ്വൽ എഫക്ട്സ്. സോ ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ഓഫ് ലാസ്റ്റ് ഇയർ എന്നൊന്നും ഞാൻ പറയില്ല, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോഡ്സില മൂവി എന്നും ഞാൻ പറയില്ല. കാരണം മറ്റ് സിനിമകളിൽ അത് വേറെ ഫീലാണ്. ഇപ്പോൾ മോൺസ്റ്റർ വേഴ്സിൽ കാണുന്ന സിനിമകളുടെ വേറെ ഫീലും ഇത് വേറെ ഫീലുമാണ്. പക്ഷേ ഒരു മോൺസ്റ്റർ ചിത്രം എന്ന രീതിയിൽ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് എടുത്തിട്ടുള്ള, വളരെ നല്ല സ്റ്റോറി ലൈനുള്ള, വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഗോഡ്സില മൂവിയാണ് ഗോഡ്സില -1. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും സീക്വലിനൊക്കെ ഇനിയും സാധ്യതയുണ്ട്. അതിനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവരെ കൊണ്ട് പറ്റും, ഈ ഒരു ചെറിയ ബഡ്ജറ്റ് കൊണ്ട് പറ്റും എന്നൊക്കെ ഇതൊരു സിനിമയിലൂടെ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. സോ ഇതും മറ്റ് മൂവി മേക്കേഴ്സിനും നല്ലൊരു ഉത്തേജകമാണെന്ന് പറയാം. കാരണം ഈ ലോ ബഡ്ജറ്റ് വെച്ചിട്ടും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പണി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഇതിനിപ്പോൾ കിട്ടിയ കളക്ഷനൊക്കെ ഏകദേശം ഒരു 1000-2000 കോടിയൊക്കെയാണ്, 100 കോടി ചിലവാക്കിയിട്ട്. നമ്മുടെ ഇവിടെയൊക്കെ 500-600 കോടിക്ക് എടുത്തിട്ട് പകുതി പോലും പൈസ കിട്ടാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത്. സോ ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിനടക്കം ഈ സിനിമയൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഈ നമ്മളിവിടെ എടുക്കുന്ന ബഡ്ജറ്റാണ് ഇപ്പോൾ ഇത്. ചിലപ്പോൾ മലയാള സിനിമയുടെ തമിഴ് സിനിമയുടെ ഒക്കെ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ ഇത്.
ആ ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഇഡിലിനായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. സോ പറ്റായില്ല എന്ന് ഈ സിനിമ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. സോ ഗോഡ്സില -1 നിങ്ങൾ മോൺസ്റ്റർ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെല്ലാ ഗോഡ്സില സിനിമകളൊക്കെ കണ്ട് ശീലിച്ചവരാണെങ്കിൽ ഇതൊരു വെറൈറ്റി അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും കണ്ടു നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്, നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊന്നും ഇല്ല. കുറച്ച് തപ്പി നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. തിയേറ്ററിൽ വരണമായിരുന്നു എന്ന് തോന്നിയത് കണ്ടു കഴിഞ്ഞു. കാരണം ഇത് മൊബൈൽ സ്ക്രീനിലോ അല്ലെങ്കിൽ ലാപ്പിലോ കാണുന്ന ഒരു എഫക്റ്റ് അല്ല തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുക. പക്ഷെ മോൺസ്റ്റർ സിനിമ ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.